ഹരിശ്രീ ഗണപതേ നമ വിഘ്നോസ്തു. ഓം ശ്രീ സീതാലക്ഷ്മണ പരശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര സ്വാമിനെ നമഃ. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും ഭഗവത് കൃപയുണ്ടാകട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് 4-ാം ദിവസം സീതാ സ്വയംവരമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. സീതാ സ്വയംവരവും ഭാർഗവ ദർപ്പശമനവും ബാലകാണ്ഡത്തിലെ പേജ് 54 മുതലാണ്. നമുക്ക് നോക്കാം. വിശ്വാമിത്ര മഹർഷി ഈ മിഥിലാപുരിയിലേക്ക് ഈ ബാലകന്മാരെ കൂട്ടിക്കൊണ്ടുപോവുകയാണെന്ന്. ശൈവചാപത്തെ കണ്ടിട്ട് അവിടെ നടക്കുന്ന യാഗത്തെയും കണ്ട് അയോധ്യയിലേക്ക് മടങ്ങി താതനെ കാണാം, കൊച്ചുകുട്ടികളല്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് നേരെ മിഥിലാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അനന്തരം മിഥിലാപുരിയിലെത്തിയ ഈ കൗശികൻ എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് വിചാരിക്കുന്നു. വിശ്വാമിത്ര മഹർഷി കൗശികൻ്റെ മകനാണ്, അതുകൊണ്ടാണ് കൗശികൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കൗശികനെ ജനക മഹാരാജാവ് യഥോചിതം സ്വീകരിക്കുകയാണ്. വിശ്വാമിത്രൻ്റെ കൂടെ കണ്ട അതായത് 2 രാജകുമാരന്മാരെ കാണുകയാണ്. ആ ജനകൻ അതായത് വളരെ സുന്ദരന്മാരായ ഈ രാജകുമാരന്മാരെ കണ്ടപ്പോൾ ജനകന് വളരെ സന്തോഷം തോന്നുകയും ഇവരാരാണെന്ന് തിരക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിശ്വാമിത്ര മഹർഷി അവരെ പരിചയപ്പെടുത്തുന്നു. അയോധ്യാരാജനായ ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രൻ ശ്രീരാമചന്ദ്രനും സഹോദരൻ ലക്ഷ്മണനുമാണിവർ എന്ന് പരിചയപ്പെടുത്തുന്നു. അവരെ യഥോചിതം രാജാവ് സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഈ ഇവരെ 2 പേരെയും കണ്ടു കഴിഞ്ഞപ്പോൾ ജനക മഹാരാജാവിനുള്ളിൽ ആഗ്രഹം ഉണ്ടാവുകയാണ്. ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ് വന്നിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ ജനക മഹാരാജാവിനറിയാം ഇങ്ങനെ മനുഷ്യനായിട്ട് അവതാരം എടുത്തിട്ടുണ്ടെന്ന് പണ്ട് നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രീരാമനാണെന്ന് ജനക മഹാരാജാവിന് അറിയില്ല, അത് പിന്നീടാണ് വെളിപ്പെടുന്നത്. ഇവരെ ഉപചരിച്ച് കൂട്ടിക്കൊണ്ടുപോയി കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയി സൽക്കരിച്ചിരുത്തി കഴിയുമ്പോൾ വിശ്വാമിത്ര മഹർഷി ഇവരെക്കുറിച്ച് പറയുകയാണ്. ഇവരെൻ്റെ യാഗരക്ഷയ്ക്കായിട്ട് കൂട്ടിക്കൊണ്ടുവന്നാണ്. മാരീചനെയും സുബാഹുവിനെയും ഇവർ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് വന്നത്. മാരീചനെ അഭയം കൊടുത്ത് സംരക്ഷിച്ചു. അതുപോലെ തന്നെ സുബാഹുവിനെ വധിക്കുകയും ചെയ്തു. താടക എന്ന മഹാരാക്ഷസിയെ വധിച്ചു. ഗൗതമഗ്നിക്ക് മോക്ഷം കൊടുത്തു. അതുപോലെ ഇനി ഇവർക്ക് മഹേശ്വര ചാപം, ആ ശൈവചാപം കാണാൻ ആഗ്രഹമുണ്ട്. അത് കാണാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതിന് അവസരമുണ്ടാക്കി തന്നാൽ നന്നായിരുന്നു എന്ന് ജനക മഹാരാജാവിനോട് വിശ്വാമിത്ര മഹർഷി പറയുകയാണ്. അതനുസരിച്ച് ജനകൻ ഈ ശൈവചാപം കൊണ്ടുവരുവാൻ ആജ്ഞാപിക്കുന്നു. കുമാരന്മാരെ കണ്ടിങ്ങനെ വർദ്ധിച്ച പ്രീതിയോടെയാണ് ജനക മഹാരാജാവ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെ എത്ര സൽക്കരിച്ചിട്ടും മഹാരാജാവിന് മതിയാകുന്നില്ല. അതുകൊണ്ട് ശൈവചാപം കൊണ്ടുവരാൻ പോകുന്ന സമയത്തും ഇവരുടെ സൗന്ദര്യത്തിലും അവരുടെ തേജസ്സിലും മയങ്ങി നിൽക്കുകയാണ് ജനക മഹാരാജാവ്. ഇതിനിടെ ഈ മഹാരാജാവ് ചിന്തിക്കുന്നുണ്ട്, ഇവൻ എൻ്റെ പുത്രിക്ക് ഭർത്താവായിട്ട് വന്നാൽ നന്നായിരിക്കും, കണ്ടിട്ട് നല്ല സൗന്ദര്യവും രാജലക്ഷണങ്ങളും എല്ലാം ഒത്തിണങ്ങിയവനാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാം ഈശ്വരനിശ്ചയം പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ശൈവചാപം വരുത്തുവാനായി പരിചാരകന്മാരെ വിളിച്ച് ആജ്ഞാപിക്കുകയാണ്. ആ രാജകിങ്കരന്മാർ വളരെ ഹുങ്കാര ശബ്ദത്തോടു കൂടി വില്ല് കൊണ്ടുവന്ന് വയ്ക്കുന്നു. ആ മഹേശ്വര ചാപം കണ്ട് ശ്രീരാമൻ അതിനെ ചെന്ന് വന്ദിക്കുന്നു. എന്നിട്ടുടനെ ചോദിക്കുകയാണ്, വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ എന്ന് ചോദിക്കുന്നു. വിശ്വാമിത്രൻ അത് കേട്ട് ആകുന്നത് പോലെ ചെയ്തോളൂ എന്ന് പറയുക. ഇതുമൂലം നല്ലത് സംഭവിക്കുമെന്നും പറയുന്നു. ആ ജ്വലിച്ച തേജസ്സോടെ വില്ലെടുത്ത് ചെന്ന് പതുക്കെ ഒന്ന് വില്ലെടുത്ത് വലിച്ചിങ്ങനെ കുലച്ചു പിടിക്കുകയാണ്. അപ്പോൾ തന്നെ ശബ്ദം കേട്ടു. ആ ചെറിയ ശബ്ദം, ആ ചെറിയ ഞാണൊലി ശബ്ദം കൊണ്ട് 14 ലോകവും മുഴങ്ങിയെന്നാണ്. ആ ശബ്ദം മുഴങ്ങിക്കേട്ടു എന്ന് പറയുന്നു. അപ്പോൾ മറ്റുള്ള രാജാക്കന്മാർ വന്നിട്ടൊന്നും അനക്കാൻ പറ്റാത്ത ആ ശൈവചാപം ഈ ഒരു രാജകുമാരൻ വളരെ അനായാസം തൻ്റെ കൈകൾ കൊണ്ടെടുത്ത് വലിച്ചു കുലച്ച ആ ശബ്ദമാണ് എല്ലാവരും കേട്ടത്. അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഈ രാജകുമാരൻ തന്നെ മൈഥിലിക്ക് ഭർത്താവായി വരുമെന്നുള്ളത്. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷിക്കുന്നു. പാട്ടവും ആട്ടും കൂത്തും മംഗളസ്തുതികളും വാദ്യഘോഷങ്ങളും എല്ലാമായി അവരുടെ സന്തോഷം ഇങ്ങനെ അവർ കൊണ്ടാടുകയാണ്.
അതുപോലെ തന്നെ ദേവന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും അപ്സരസുകളും എല്ലാവരും പുഷ്പവൃഷ്ടി നടത്തുന്നു, മംഗളസ്തുതികൾ പാടുന്നു. അതുപോലെ ആ ദേവദേവനായ ഭഗവാൻ അവർ ദേവദേവനായ ഭഗവാൻ ഇപ്പം മിഥിലയിൽ വന്നിരിക്കുകയാണ്. ഉടനെ ആ ജഗദീശ്വരിയായ മായ ഭഗവതിയായ സീതാദേവിയുമായിട്ട് അവിടെ പണിഗ്രഹണം ഉണ്ടാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആ വിവാഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം കണ്ട് എല്ലാവരും വളരെ സന്തുഷ്ടരായിട്ടിരിക്കുന്നു. ആ ശൈവജാപം ഖണ്ഡിച്ചപ്പോൾ ഇടിവെട്ടിയിടുന്നത് പോലെ ഒച്ച കേട്ടു എന്നാണ്. ഇടിവെട്ടിയിടും വണ്ണം വെൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ. പക്ഷേ ഉരകങ്ങളെപ്പോലെ രാജാക്കന്മാരവിടെ കൂടിയിരുന്നവരെല്ലാവരും നടുങ്ങിയെങ്കിലും സീതാദേവി മയിൽപേട പോലെ സന്തോഷം കൊണ്ട് നൃത്തമാടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ കാഴ്ചകളെല്ലാം കണ്ട് വിശ്വാമിത്രൻ വളരെയധികം സന്തോഷിച്ചു. അതുപോലെ തന്നെ ജനക മഹാരാജാവിനും സന്തോഷമുണ്ടായി. ആ മൈഥിലിയെ എല്ലാവരും പരിചാരികമാരും തോഴിമാരും അമ്മമാരും എല്ലാവരും കൂടി സ്വർണ്ണങ്ങളും രത്നങ്ങളും മുത്തുകളും മണികളും എല്ലാം പതിച്ച നല്ല വളരെ വില കൂടിയ എന്ന് പറഞ്ഞാൽ വളരെ മൂല്യമുള്ള ആഭരണങ്ങളൊക്കെ അണിയിച്ച് പട്ടുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് സ്വർണ്ണ നിറത്തോടു കൂടിയ സുന്ദരിയാണ് മൈഥിലി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ സുന്ദരിയെ ആഭരണങ്ങളെല്ലാം അണിയിച്ച് അതിസുന്ദരിയാക്കി. എന്നിട്ട് ഭഗവാൻ ശ്രീരാമകുമാരൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ആനയിക്കുകയാണ്. നാണം കുണുങ്ങി വരുന്ന ആ ഭഗവാന്റെ മുന്നിലേക്ക് വരുന്ന ആ ദേവി, ആ മായാഭഗവതിയായ സീതാദേവിയെ വരണമാല്യമണിയിച്ച് തൻ്റെ സഹധർമ്മിണിയാക്കുകയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. എല്ലാവരും വധൂവരന്മാരെ വരണമാലയണിഞ്ഞു നിന്ന ആ അതീവ സുന്ദരനായ ശ്രീരാമചന്ദ്രനെയും മായാഭഗവതിയായ സീതാദേവിയെയും എല്ലാവരും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. ശക്തി, അതായത് ഭഗവാനും ഭഗവതിയാണെങ്കിലും അവരിപ്പോൾ വെറും മനുഷ്യരാണല്ലോ. മിഥിലയിലെ രാജാവായ ജനകൻ്റെ മകൾ മൈഥിലിയും അയോധ്യയിലെ രാജാവായ ദശരഥൻ്റെ മകൻ ശ്രീരാമനുമാണല്ലോ. അങ്ങനെ അവരെ അതുകൊണ്ട് തന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കുകയാണ്. ജനക മഹാരാജാവ് വിവാഹ വാർത്ത ഇതുപോലെ മുറ പോലെ ഈ വാർത്ത അയോധ്യാധിപതിയായ ദശരഥനെ അറിയിക്കണമല്ലോ. അതിനായിട്ട് വിശ്വാമിത്രനെ ഏർപ്പാട് ചെയ്യുകയാണ്. വിശ്വാമിത്ര മഹർഷിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ മഹർഷിയെ, അവിടുന്ന് ദശരഥ മഹാരാജാവിന് വിശ്വാസം വരത്തക്കവണ്ണം ഒരു സന്ദേശം എഴുതി ദൂതൻ വശം കൊടുത്തയക്കണം. ജനക മഹാരാജാവ് ഇങ്ങനെ ഈ സന്ദേശം എഴുതി കൊടുത്തയക്കാനുള്ള ഏർപ്പാടും ചെയ്തു. എന്നിട്ട് ആ വിശ്വാമിത്ര മുനിയുടെ സമ്മതത്തോടു കൂടി അങ്ങനെ സന്ദേശം എഴുതി ദശരഥ മഹാരാജാവിന് കൊടുക്കുന്നു. ദശരഥ മഹാരാജാവാകട്ടെ ഈ സന്തോഷം കിട്ടി വായിച്ച വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവിടുന്ന് അവരുടെ അയോധ്യയിലെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയും പത്നി അരുന്ധതിയും പിന്നെ ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യമാരായ കൗസല്യ, കൈകേയി, സുമിത്ര, പിന്നെ ശ്രീരാമചന്ദ്രൻ്റെ സഹോദരന്മാരായ ഭരതൻ, ശത്രുഘ്നൻ തുടങ്ങിയവരോടും അവിടുത്തെ വലിയ ചതുരംഗപ്പടയോടും കൂടി മിഥിലയിലേക്ക് വാദ്യഘോഷങ്ങളോടെ ഉത്സവാഘോഷം പോലെ പുറപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. മിഥിലാധിപതിയായ ആ ജനക മഹാരാജാവ് തൻ്റെ കുലഗുരുവാണ് ശതാനന്ദൻ. ആ ശതാനന്ദൻ്റെ കൂടെ, അതായത് കുലഗുരുവിനോട് കൂടി ചെന്ന് അർഘ്യപാദ്യങ്ങളോടെ ചെന്ന് വസിഷ്ഠ മഹർഷിയെയും കൂടെ വന്ന ദശരഥ മഹാരാജാവിനെയും ബാക്കിയുള്ളവരെയും വളരെ ഉപചാരപൂർവ്വം സ്വീകരിച്ച് ആനയിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. പരസ്പരം അവരെല്ലാവരും പിതാവിനെയും മാതാവിനെയും വണങ്ങുന്നു, ഗുരുവിനെ വണങ്ങുന്നു, ശ്രീരാമചന്ദ്രനെ അനുജന്മാർ വന്ന് വണങ്ങുന്നു. അങ്ങനെ പരസ്പരം കുറേ നാളുകൾ കൂടി കഴിഞ്ഞ് കാണുന്നതല്ലേ എല്ലാവരും. പരസ്പരം വന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ദശരഥനാണെങ്കിലും ശ്രീരാമനെയും ലക്ഷ്മണനെയും ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ച് ചുംബിച്ച് വളരെ സന്തോഷിച്ചിരിക്കുകയാണ്. ഇത്രയുമായപ്പോൾ ജനക മഹാരാജാവ് ദശരഥ മഹാരാജാവിൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ മധുരമായിട്ട് പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, എനിക്ക് 4 പുത്രിമാരുണ്ട്. അതായത് സീതാദേവിയെ കൂടാതെ 3 പുത്രിമാർ കൂടിയുണ്ട് എനിക്ക് മക്കളായിട്ട്. ശ്രുതകീർത്തിയും ഊർമിളയും മാണ്ഡവിയും. ഊർമിളയാണ് മൂത്തത്. ഊർമിള, ശ്രുതകീർത്തി, മാണ്ഡവി. നമുക്ക് അവിടത്തേക്ക് 3 പുത്രന്മാരുമുണ്ട്. നമുക്കിവരെ പരസ്പരം വിവാഹം ചെയ്യിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ പരസ്പരം കൂട്ടർക്കും അത് സമ്മതമായി. 2 രാജാക്കന്മാരും കൂടി ഉടനെ കൂടെ ഉണ്ടായിരുന്ന വസിഷ്ഠ മഹർഷിയും കൗശിക മുനിയും ശതാനന്ദനും. കൗശികൻ്റെ മകനാണ് വിശ്വാമിത്രൻ, അതുകൊണ്ടാണ് കൗശികൻ എന്ന് എഴുതിയിരിക്കുന്നത്. വിശ്വാമിത്ര മഹർഷിയും കൂടി കൂടിച്ചേർന്ന് നല്ലൊരു മുഹൂർത്തം കുറിക്കുന്നു. അനന്തരം
വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. പരസ്പരം മാലയിട്ടത് മാത്രമേ ഉള്ളൂ ശൈവചാപം മുറിച്ചപ്പോൾ. അതുകൊണ്ട് ഇനി ആഡംബരപൂർണമായ വിവാഹമാണ്. രാജകീയ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. വലിയ ഒരു മണ്ഡപം, ആ മണ്ഡപത്തിൻ്റെ തൂണുകളാകട്ടെ മുത്തുകളും രത്നങ്ങളും എല്ലാം പതിച്ച് കൊടി തോരണങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് ഫലപുഷ്പങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു സ്വർണ്ണ നിർമ്മിതമായ പീഠം വെച്ച് അതിൽ ശ്രീരാമചന്ദ്രനെ ഇരുത്തി കാൽ കഴിയിച്ച്, അതുപോലെ തന്നെ വലിയ പെരുമ്പറ, കൊമ്പ്, കുഴൽ ഇങ്ങനെയുള്ള വാദ്യഘോഷങ്ങളുടെയൊക്കെ മേളം, ഹോമം, പൂജ എന്നിവയൊക്കെ നടത്തി വൈദേഹിയെ രാമനും ഊർമിളയെ ലക്ഷ്മണകുമാരനും ശ്രുതകീർത്തിയെ ഭരതനും മാണ്ഡവിയെ ശത്രുഘ്നനും പാണിഗ്രഹണം ചെയ്യുന്നു. ഇങ്ങനെ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ജനകൻ ഈ സീതാ വൃത്താന്തം പറയുകയാണ് ദശരഥ മഹാരാജാവിനോട്. എന്താണെന്ന് കേൾക്കുക. യാഗം നടത്താനായി ഭൂമി ഉഴുതുമറിച്ചപ്പോൾ ആ ഉഴവുചാലിൽ കാണപ്പെട്ടതാണ് സീതാദേവിയെ. സീതാമധ്യയെ കാണപ്പെട്ടതിനാലാണ് സീതാദേവി എന്ന് പേര് നൽകിയത്. ഒരിക്കൽ നാരദ മഹർഷി ജനക മഹാരാജാവിനെ സന്ദർശിക്കാനായി ആ മഹാരാജാവിൻ്റെ മിഥിലാപുരിയിലേക്ക് വരികയും സീതാദേവിയുടെ ജന്മരഹസ്യം ജനക മഹാരാജാവിനോട് പറയുകയും ചെയ്തു. ആ പരമാനന്ദമൂർത്തിയായ ഭഗവാൻ നാരായണൻ, ഭക്തവത്സലനായ ഭഗവാൻ ദേവകാര്യാർത്ഥം ദേവേന്ദ്രൻ, വിരിഞ്ചൻ ബ്രഹ്മാവാണ്, രുദ്രൻ മുതലായവരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഭൂമിയിൽ സൂര്യവംശത്തിൽ ശ്രീരാമൻ എന്ന പേരോടുകൂടി മായാമാനുഷനായി അവതരിച്ചിട്ടുണ്ട്. ഭഗവാൻ മായാമാനുഷവേഷത്തിൽ അവതരിച്ചതുപോലെ താങ്കളുടെ ഭവനത്തിൽ യോഗമായാദേവിയും അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് മടിയൊന്നും കൂടാതെ സീതാദേവിയെ ശ്രീരാമചന്ദ്രന് കൊടുക്കണം എന്നിങ്ങനെ അറിയിച്ചിട്ട് നാരദ മഹർഷി മറയുകയാണ് ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ജനക മഹാരാജാവ് ആലോചിച്ചു, ഇത് മായാദേവിയാണ്, യോഗമായാദേവിയാണ് തൻ്റെ മകളായിട്ട് തൻ്റെ കൊട്ടാരത്തിൽ വളരുന്നത്. തന്നെ അച്ഛ എന്ന് വിളിച്ച് തൻ്റെ കൂടെയുള്ളത് മായാ ഭഗവതിയാണെന്ന് മനസ്സിലാക്കി വളരെ ഭക്തിയോടുകൂടി തന്നെ മകളെ സംരക്ഷിച്ച് വളർത്തി വന്നു. പക്ഷേ ഈ മകളെ എങ്ങനെ ശ്രീരാമചന്ദ്രന് കൊടുക്കും, എന്താണ് അതിനൊരു വഴിയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ഭഗവാന്റെ മൃത്യുശാസന ചാപം മുറിക്കുന്നവൻ ആരോ അവന് ഈ തൻ്റെ പുത്രിയെ കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഇതിൻ പ്രകാരം വിളംബരം പുറപ്പെടുവിക്കുകയും പല പല രാജ്യങ്ങളിൽ നിന്നും പല പല അതിസുന്ദരന്മാരും വളരെ ശക്തിമാന്മാരും പരാക്രമികളും ഒക്കെ ആയിട്ടുള്ള പല പല രാജാക്കന്മാർ ശൈവചാപം മുറിച്ച് ഈ സീതാദേവിയെ സ്വന്തമാക്കാൻ വേണ്ടി വന്നുവെങ്കിലും ശൈവചാപം എടുത്ത് പൊക്കുന്നത് പോയിട്ടൊന്ന് അനക്കാൻ പോലും ആവാതെ ആ വന്ന രാജാക്കന്മാരെല്ലാം തങ്ങളുടെ അഹങ്കാരമെല്ലാം ശമിച്ച്, എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും, ഇതൊരു വില്ല്, ഇത് എന്ത് ഈസി ആയിട്ട് പൊക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ അഹങ്കാരമെല്ലാം ശമിച്ച് എന്നെഴുതിയിരിക്കുന്നത്. ലജ്ജിച്ചു മടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ അത് കഴിഞ്ഞ് വീണ്ടും രാജാവ് കൂട്ടിച്ചേർക്കുകയാണ്, ഇന്ന് ഈശ്വരകൃപയാൽ ആ ഭഗവാൻ തന്നെ എൻ്റെ പുത്രിക്ക് ഭർത്താവായി വന്നിരിക്കുന്നു. ഇങ്ങനെ ആനന്ദപുരസ്സരം പറഞ്ഞ് തീർത്തതിന് ശേഷം ജനക മഹാരാജാവ് ഭഗവാനെ നോക്കി, ശ്രീരാമചന്ദ്രനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ആ ശക്തിയായ മായാഭഗവതിയായ ദേവിയോടുകൂടി അങ്ങയെ കാണാൻ സാധിച്ചത് എൻ്റെ സൗഭാഗ്യമാകുന്നു. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു എന്ന് തന്നെ പറയാം. അവിടുത്തെ പാദം കൊണ്ട്, അതായത് പാദസ്പർശം കൊണ്ട് ഈ ബ്രഹ്മാവ് ലോകത്തെ, വിരിഞ്ചൻ ലോകത്തെയൊക്കെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ സർപ്പഭൂഷണനായ രുദ്രൻ മഹാദേവൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. അതുപോലെ സത്പുരുഷനായ മഹാബലി അവിടുത്തെ പാദസ്പർശം കൊണ്ട് ഇന്ദ്രപദം പ്രാപിച്ചു. അവിടുത്തെ ആ പാദസ്പർശം കൊണ്ട് മാത്രം അഹല്യയും പാപമുക്തയായി നിർമ്മലയായി മോക്ഷത്തെ പ്രാപിച്ചു. ഭഗവാനെ, അവിടുത്തെ നാമകീർത്തനങ്ങൾ, അതായത് ആ നാമകീർത്തനത്താൽ മുനീന്ദ്രന്മാർ ഇഹലോക ബന്ധങ്ങളിൽ നിന്ന് മുക്തരായി മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇങ്ങനെ ജനകൻ ഓരോന്നും പറഞ്ഞ് ഭഗവാനെ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം വിവാഹാഘോഷങ്ങളൊക്കെ നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരെല്ലാവരും അയോധ്യയിലേക്ക് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ്. സ്ത്രീധനമായിട്ട്, അന്നും സ്ത്രീധന സമ്പ്രദായം ഉണ്ടെന്ന് സാരം. ജനക മഹാരാജാവ് 600 കുതിരകൾ, 100 രഥങ്ങൾ, 100 കുതിരകൾ എന്നാണ്. 10,000 രഥങ്ങളും 100 കുതിരകൾ എന്ന് എഴുതിയിരിക്കുന്നു. അതും 10,000 തന്നെ. പിന്നെ 1,00,000 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ 300 ദാസികൾ, മുത്തുമാലകൾ, രത്നമാലകൾ, ദിവ്യരത്നങ്ങൾ, രത്നങ്ങൾ പതിച്ച ആഭരണങ്ങൾ, അതുപോലെ വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ, റാത്തൽ കണക്കിന്. ഈ റാത്തൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിലോ
ഗ്രാമൊക്കെ പോലെ ഒരു മെഷർമെൻ്റാണ് കേട്ടോ. പണ്ടത്തെ അളവാണ്. റാത്തൽ, കണക്കിന് സ്വർണം ഇവയെല്ലാം കൊടുത്ത് അതെല്ലാം ദശരഥ മഹാരാജാവ് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു. മുനീന്ദ്രന്മാരെയെല്ലാം ഭക്തിയോടെ വണങ്ങി മന്ത്രിമാരോടും മറ്റ് ഭൃത്യജനങ്ങളോടും കൂടി എല്ലാവരും അയോധ്യയിലേക്ക് തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഉത്സവ ഘോഷയാത്ര പോകുന്നത് പോലെയാണ് എല്ലാവരും അയോധ്യയിലേക്ക് പോകുന്നത്. കുറച്ചു നേരം നടന്നപ്പോൾ ഇങ്ങനെ ആ തിങ്കൾ മണ്ഡലം തൊഴും ആലമട്ടങ്ങളോടും അതുപോലെ ചുവന്ന കൊടിക്കൂറകൾ കൊണ്ട് അലങ്കരിച്ച ധ്വജങ്ങൾ, വെൺകൊറ്റക്കുടകൾ, വെൺചാമരങ്ങൾ, കൊമ്പും കുഴലും പെരുമ്പറയും എല്ലാമായി ഇങ്ങനെ അവരിങ്ങനെ യാത്ര പോയി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായ അവസരത്തിൽ ആകാശദേശത്ത് പുഷ്പവൃഷ്ടിയുമായി വിമാനങ്ങളും നിറഞ്ഞു നിന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കുറച്ചു നേരം ഇവർ നടന്നു കഴിഞ്ഞപ്പോൾ അശുഭലക്ഷണങ്ങൾ, ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ദുർനിമിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അശുഭലക്ഷണങ്ങൾ. ഇതെന്താണ് എന്ന് നോക്കുമ്പോൾ അതെന്താണെന്ന് നോക്കാൻ നമ്മൾ അടുത്ത ഭാഗം നോക്കണം. അടുത്ത ഭാഗം ബാലകാണ്ഡത്തിലെ ഭാർഗവ ദർപ്പശമനം എന്നുള്ളതാണ്. ഭാർഗവരാമനാണ് ഭാർഗവൻ. ദർപ്പം അഹങ്കാരം. ഭാർഗവരാമൻ്റെ അഹങ്കാര ശമനം എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ ദുർനിമിത്തങ്ങൾ, അതായത് അശുഭലക്ഷണങ്ങൾ കണ്ട ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണ്. മഹർഷി മറുപടിയായി ഇപ്രകാരം പറഞ്ഞു: രാജാവേ, ഈ ദുർനിമിത്തങ്ങൾ വരാനുള്ള കാരണം പറഞ്ഞാൽ അങ്ങേക്ക് ഭയമുണ്ടാകും. എന്നാൽ പിന്നീട് അഭയവും ലഭിക്കും, കീർത്തിയും വർദ്ധിക്കും. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി, ഒട്ടും ഖേദിക്കണ്ട എന്ന് പറഞ്ഞു. ആ പറഞ്ഞ നാവെടുക്കും മുമ്പേ ദാ മുമ്പിൽ നിൽക്കുന്നു സാക്ഷാൽ ഭാർഗവരാമൻ, കയ്യിലൊരു മഴുവൊക്കെ പിടിച്ച്. നീലലോഹിത ശിഷ്യൻ, കാർത്തവീര്യൻ്റെ ശത്രു, ബടവാനല സമൻ, സമുദ്രാഗ്നി, അതായത് അനലൻ തീയാണ്. ബടവാനലൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സമുദ്രാഗ്നിയാണ്. അതിന് വേറെ ഒരു കാര്യം പറയുന്നുണ്ട്. പെൺകുതിരയുടെ മുഖത്തിൻ്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് സങ്കല്പം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ബടവാനലാഗ്നി, അതായത് ബടവാനലൻ. പിന്നെ രേണുകാത്മജൻ, പരശുരാമൻ. പാവം ദശരഥ മഹാരാജാവ് പേടിച്ച് സാഷ്ടാംഗം നിലത്ത് വീണ് അങ്ങ് നമസ്കരിക്കുകയാണ്. സാഷ്ടാംഗ നമസ്കാരം ചെയ്തു ഭഗവാന്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പരശുരാമനെ ഇങ്ങനെ സ്തുതിക്കുകയാണ്: കാർത്തവീര്യാരേ രക്ഷിത്രാഹിമാം, മാർത്താണ്ഡകുലം പരിത്രാഹി, കാരുണ്യാംബുധേ, ജമദഗ്നിപുത്ര, രേണുകാത്മജ, ക്ഷത്രിയാന്തക, പരശുവാണേ, പരമേശ്വരപ്രിയ, പാർത്ഥിവ സമുദായ രക്തത്തിൽ കുളിച്ച് പിതൃതർപ്പണം ചെയ്ത അങ്ങേക്ക് നമസ്കാരം കാത്തുകൊള്ളണേ ഭൃഗുപതേ, അങ്ങയുടെ തൃപ്പാദം ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ്. സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. പക്ഷേ പരശുരാമനാകട്ടെ വർദ്ധിച്ച രോഷത്തോടെ, ക്രോധത്തോടെ, മധ്യാഹ്ന സൂര്യന്മാരുടെ മണ്ഡലം പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മധ്യാഹ്നത്തിലെ സൂര്യനെ നമുക്കറിയാം ഏറ്റവും ചൂട് കൂടിയ സമയമാണ്. ഒരു സൂര്യൻ്റെ ചൂട് തന്നെ നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ മധ്യാഹ്ന സൂര്യമണ്ഡലം പോലെ എന്ന് പറഞ്ഞാൽ പല സൂര്യന്മാരുടെ ആ തേജസ്സോട്, ജ്വലിക്കുന്ന സൂര്യന്മാരുടെ തേജസ്സോട് കൂടി, അതായത് ചൂടുകൊണ്ട് അത്രയ്ക്ക് ജ്വലിച്ചുകൊണ്ട് ശ്രീരാമനോട് ചോദിക്കുകയാണ്: ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ, മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ, നില്ലരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ ആരായി രാമൻ? ഞാൻ ഒഴിഞ്ഞ് ഏത് രാമനാണ് ഈ ത്രിഭുവനത്തിലുള്ളത്? നീ ഒരു ക്ഷത്രിയനാണെങ്കിൽ എന്നോട് യുദ്ധത്തിന് വാ എന്ന്. അതുപോലെ തന്നെ നിനക്ക് വില്ലും അമ്പും പ്രയോഗിക്കാൻ വളരെ സാമർഥ്യമേറും എന്ന് കേട്ടിട്ടുണ്ട്. അതായത് എന്ന് കേട്ടു. നീയല്ലേ ശൈവജാപം ഖണ്ഡിച്ചത്? എൻ്റെ കയ്യിൽ ഒരു വൈഷ്ണവജാപമുണ്ട്. നീ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനാണെങ്കിൽ അത് പ്രയോഗിക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യും, എല്ലാവരെയും കൂട്ടത്തോടെ വധിക്കുകയും ചെയ്യും. അതിലൊരു സംശയവുമില്ല. എനിക്ക് ക്ഷത്രിയ കുലാന്തകൻ എന്നൊരു ചീത്തപ്പേര് പണ്ടേ ഉണ്ട്. ക്ഷത്രിയരും ഞാനും തമ്മിൽ പണ്ടേ ശത്രുതയുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാർത്തവീര്യാർജുനൻ ജമദഗ്നി മഹർഷിയുടെ ശിഷ്യനായിരുന്നു. ഒരിക്കൽ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ യഥാവിധി എല്ലാവരും, അതായത് കാർത്തവീര്യാർജുനൻ്റെ പടയും ഉണ്ടായിരുന്നു കൂടെ, സൈന്യത്തോടു കൂടി നായാട്ടിന് വന്നപ്പോഴാണ് അവിടെ ചെല്ലുന്നത്. ആശ്രമത്തിലെത്തി അവരെ യഥോചിതം ഈ ജമദഗ്നി മഹർഷി എല്ലാവർക്കും നല്ല സൽക്കാരം കൊടുത്തു. അപ്പോൾ ആഹാരവും പാനീയങ്ങളും എല്ലാം കൊടുത്ത് ഇങ്ങനെ സൽക്കരിച്ചപ്പോൾ ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുകയും, അപ്പോൾ തൻ്റെ കാമധേനുവിൻ്റെ സഹായത്താലാണ്, എന്താവശ്യപ്പെട്ടാലും അത് കൊടുക്കുന്ന കാമധേനു എന്ന പശുവിനാലാണ് ഇത് സാധിച്ചതെന്ന് പറഞ്ഞ കാർത്തവീര്യാർജുനൻ ആ പശുവിനെ ചോദിച്ചെങ്കിലും ജമദഗ്നി മഹർഷി കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ യുദ്ധം ചെയ്തെങ്കിലും
ജമദഗ്നി മഹർഷിക്ക് പരശുരാമനോട് കൂടി 7 മക്കളാണുള്ളത്. 7 മക്കളും ശിഷ്യന്മാരും കൂടെ ചേർന്ന് കാർത്തവീര്യാർജുനെ തുരത്തി പരാജയപ്പെടുത്തി വിട്ടു. പക്ഷേ കാർത്തവീര്യാർജുനൻ ആരുമില്ലാത്ത തക്കം നോക്കി വന്ന് ഈ പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. വഴിയിൽ ഒരു വൃക്ഷച്ചുവട്ടിൽ ഇങ്ങനെ ധ്യാനത്തിലിരുന്ന മഹർഷിയെ കൊല്ലുകയും ചെയ്തു. അതുകൊണ്ടാണ് ശത്രുത വന്നത്. പരശുരാമൻ തൻ്റെ അച്ഛനെ നിഗ്രഹിച്ച, പിതാവിനെ നിഗ്രഹിച്ച ആ കാർത്തവീര്യാർജുനനോട് പകരം ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ അതിനും പിന്നീട് വേറൊരു അതായത് യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ ക്ഷത്രിയന്മാരുടെ എണ്ണം കൂടിയിട്ട് ഭൂമിക്ക് ഭാരം സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഭൂമിദേവി ഗൗരൂപം കൊണ്ട് ആ ബ്രഹ്മദേവനോട് അഭ്യർത്ഥിച്ചതുകൊണ്ടാണ്, അപേക്ഷിച്ചതുകൊണ്ടാണ് ഭഗവാൻ, ഈ പരശുരാമൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമാണ്. ആ ഭൂമിയിൽ വന്ന് ഭഗവാന്റെ അംശം തന്നെയാണ് പരശുരാമൻ. ആ ഭൂമിയിൽ അതുപോലെ തന്നെ 7 ചിരഞ്ജീവികളിൽ ഒന്നാണ് ഈ ഒരു ചിരഞ്ജീവിയാണ് പരശുരാമൻ. അതുപോലെ തന്നെ ധനുർവിദ്യയിൽ അതുല്യനാണ്, അഗ്രഗണ്യനാണ്. അതുപോലെ തന്നെ ഈ പരശുരാമൻ മഹാദേവൻ്റെ പ്രിയ ശിഷ്യനാണ്. അപ്പോൾ തപസ്സു ചെയ്ത് വളരെയധികം തപശക്തി നേടിയിട്ടുണ്ട്. ഭഗവാന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ദിവ്യാസ്ത്രങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പരശു കയ്യിൽ കിട്ടിയതിൽ പിന്നെ പരശു എന്ന് കയ്യിൽ കിട്ടിയതുകൊണ്ട് അത് മാത്രം ധരിക്കുന്നത് കൊണ്ടാണ് പരശുരാമൻ എന്ന് പേര് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള പരശുരാമൻ ഈ കാർത്തവീര്യാർജുനൻ്റെ വംശത്തെ, അതായത് ക്ഷത്രിയ വംശത്തെ മുച്ചൂടും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 21 പ്രാവശ്യം നിഗ്രഹിച്ചു എന്നും ആ നിഗ്രഹിച്ച ആ രക്തം കൊണ്ട് 5 കുളങ്ങൾ നിറച്ചു എന്നും ആ 5 കുളങ്ങൾ രക്തം കൊണ്ട് നിറച്ചതുകൊണ്ട് അവയാണ് സ്യമന്ത പഞ്ചകം എന്നറിയപ്പെടുന്നത് എന്നൊക്കെ കഥയുണ്ട്. അതൊരു കുറച്ചും കൂടെ ലെങ്ത്തുള്ള കഥയാണ്. അത് പരശുരാമൻ എന്ന പേരിൽ ഇട്ടിട്ടുണ്ട്, കാണാവുന്നതാണ്. അപ്പം നമുക്ക് ഇനി തുടർന്ന് പോകാം. ഏതായാലും ക്ഷത്രിയാന്തകൻ എന്ന ഒരു ചീത്തപ്പേര് എനിക്ക് പണ്ടേയുണ്ട്. ക്ഷത്രിയരും ഞാനും തമ്മിൽ ശത്രുത പണ്ട് മുതലേയുണ്ട് എന്ന് പരശുരാമൻ പറയുകയാണ്. ഇത് കേട്ട ഉടനെ ഭൂമി ഒന്ന് കുലുങ്ങി. അതായത് ഒരു യുദ്ധത്തിൻ്റെ ഒരു ആരംഭം പോലെ തോന്നി. പർവ്വതങ്ങൾ വിറകൊണ്ടു, സമുദ്രങ്ങൾ കലങ്ങിമറിഞ്ഞു, എല്ലായിടത്തും അന്ധകാരം വ്യാപിച്ചു. ദിക്കുകളെല്ലാം ഈ അന്ധകാരം കൊണ്ട് കാണാതായി മറഞ്ഞു എന്നർത്ഥം. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ താപസന്മാരും ദേവന്മാരും ഇങ്ങനെ എല്ലാവരും ആകുലരായി. എല്ലാവരും ഇങ്ങനെ ചിന്തയിൽ മുഴുകി. വിശ്വാമിത്ര മഹർഷിയും ദുഃഖിതനായി. മഹാരാജാവ് ദശരഥ മഹാരാജാവും ഭയഭീതനായി. അങ്ങനെ എന്ത് സംഭവിക്കും? ശ്രീരാമകുമാരനെ ഇവരെല്ലാം ഒരു ബാലകനായിട്ട്, ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ ദശരഥ മഹാരാജാവ് ഒരു ബാലകനായിട്ടാണ് കാണുന്നത്, തൻ്റെ മകനായിട്ട്. തത്സമയം ശ്രീരാമൻ വിനയത്തോടെ കോപിഷ്ഠനായ പരശുരാമനോട് ഇപ്രകാരം പറയുകയാണ്: അങ്ങേപ്പോലൊരു മഹാത്മാവ് ബാലന്മാരോട് ഇങ്ങനെ പെരുമാറിയാൽ അത് കഷ്ടം തന്നെ. അവർക്ക് മറ്റെന്താണ് ഒരാശ്രയമുള്ളത്? ഈ ആശ്രമത്തിനും കുലത്തിനും ഉചിതമായ ധർമ്മത്തെ അങ്ങ് എങ്ങനെയാണ് പാലിക്കുന്നത്? ഇങ്ങനെ ആയാൽ ഇങ്ങനെ വെറും ബാലകനായ എനിക്ക് ആയുധപ്രയോഗമോ അതിനുള്ള സാമർഥ്യമോ ഒന്നുമില്ല. ശത്രുവെന്നോ മിത്രമെന്നോ ഒന്നുമില്ല. അത് ആ ഭേദം തിരിച്ചറിയുകയോ ഇല്ല. എനിക്ക് ശത്രു സംഹാരത്തിനുള്ള ശേഷിയുമില്ല. അവിടുത്തെ ആവശ്യം അന്തകാന്തകനായ മഹാദേവൻ പോലും നിരസിക്കില്ല. അന്തകാന്തകൻ എന്ന് പറഞ്ഞാൽ കാലൻ്റെയും കാലനായ മഹാദേവൻ പോലും ഈ പരശുരാമൻ്റെ ഒരാവശ്യവും നിരസിക്കില്ല എന്നർത്ഥം. ആയതിനാൽ ആ വൈഷ്ണവജാപം ഇങ്ങോട്ട് തന്നാലും എന്നാലാകുമെങ്കിൽ ഞാൻ കുലച്ചിടാം എന്ന് പറയാണ്. അങ്ങേക്കിനി മനസ്താപം ഒന്നും ഉണ്ടാകണ്ട, ഇങ്ങോട്ട് തന്നേക്ക് എന്ന് പറഞ്ഞ് വൈഷ്ണവജാപം വാങ്ങിക്കാൻ തുടങ്ങുന്നു. അനന്തരം ദശരഥനന്ദനായ ശ്രീരാമൻ്റെ കയ്യിലേക്ക് പരശുരാമൻ്റെ കയ്യിൽ നിന്നും വില്ല് കൊടുക്കുകയാണ്. ഇങ്ങനെ പരശുരാമൻ ഇതിങ്ങനെ കൈമാറുന്നതായ അവസരത്തിൽ 14 ലോകങ്ങളും നിറഞ്ഞ തേജസ്സോടുകൂടി ഭഗവാനെ ഈ ശ്രീരാമചന്ദ്രനെ കാണായി വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പരശുരാമൻ ഭഗവാന്റെ അംശമാണെന്ന് പറഞ്ഞിരുന്നു. പരശുരാമനോട് പരശുരാമൻ ഭഗവാനെ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉഗ്രമായ തപസ്സായിരുന്നു. ആഹാരവും പാനീയവും ഒന്നുമില്ലാതെ കഠിന തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു. ഭഗവാൻ പരശുരാമനോട് നേരിട്ട് പറയുന്നതാണ്: തപസ് മതിയാക്കി എഴുന്നേറ്റുള്ളൂ, നാം നിന്നിൽ പ്രസന്നനായിരിക്കുകയാണ്. അതായത് എൻ്റെ തന്നെ തേജസ്സോടു കൂടിയവൻ തന്നെയാണ് നീയും. അതുകൊണ്ട് ഭൃഗുപതിയായ നിനക്ക് പല കർത്തവ്യങ്ങളും ചെയ്യുവാനുണ്ട്. ആദ്യം തന്നെ സ്വപിതാവിനെ വധിച്ച കാർത്തവീര്യാർജുനനെ വധിക്കണം. ഇത് ഭഗവാൻ മഹാവിഷ്ണു പറയുന്നതാണ്. അങ്ങനെ ധനുർവിദ്യയിൽ ശ്രേഷ്ഠനായ ഈ പരശുരാമൻ
എൻ്റെ അംശം തന്നെയാണെന്ന് അതായത് ഞാൻ നിൻ്റെ അംശം തന്നെയാണ്. ഇത് ഭഗവാൻ ഇങ്ങനെ പറയുകയാണ്. 21 പ്രാവശ്യം യുദ്ധത്തിൽ നിഗ്രഹിച്ച് ഭൂമണ്ഡലം കാശ്യപൻ അതിനുശേഷം ദാനം ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ക്ഷത്രിയ നിഗ്രഹം നടത്തിയതിന് ശേഷം ഭൂമണ്ഡലം കശ്യപ മഹർഷിക്ക് ദാനം ചെയ്തതിന് ശേഷം തപസ്സിനായി പോയി തപസ്സനുഷ്ഠിച്ച് വസിച്ചാലും എന്ന് ഭാർഗവരാമനോട് പറയുന്നു. അനന്തരം ഭഗവാൻ ത്രേതായുഗത്തിൽ ദശരഥപുത്രനായിട്ട് ഭൂമിയിൽ അവതരിക്കുമ്പോൾ തമ്മിൽ കാണാമെന്നും ആ സമയത്ത് എൻ്റെ തേജസ്, അതായത് ഭഗവാന്റെ തേജസ് ഈ ശ്രീരാമചന്ദ്രനിലേക്ക് ആക്കണം എന്നും അത് തുടർന്ന് വീണ്ടും തപോനിഷ്ഠയോടെ എന്നെ സേവിക്കുക എന്നും ഭഗവാൻ പറയുന്നു. അങ്ങനെ പറഞ്ഞ് ഭഗവാൻ പറയുകയാണ്. ഈ വൈഷ്ണവചാപം ശ്രീരാമചന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ കണ്ട തേജസ് അതാണ്. ആ ഭഗവാന്റെ തേജസ്, പരശുരാമനിൽ ഉണ്ടായിരുന്ന ആ ഭഗവാന്റെ തേജസ് ഭഗവാൻ ശ്രീരാമചന്ദ്രനിലേക്ക് പാസ് ചെയ്ത ആ തേജസ്സാണ് നാം കണ്ടത്. ഭഗവാന്റെ നിയോഗത്തെയാണ് ഞാൻ നടപ്പിലാക്കിയതെന്ന് വീണ്ടും ഭാർഗവരാമൻ കൂട്ടിച്ചേർക്കുന്നു. ഈ വൈഷ്ണവചാപം ശ്രീരാമചന്ദ്രന് കൊടുക്കുന്നത് ആ ഭഗവാൻ, അതായത് ഈ ഭാർഗവരാമൻ്റെ ഉള്ളിലുള്ള വൈഷ്ണവ തേജസ്സെല്ലാം പകർന്നു തരാൻ വേണ്ടിയാണ് എന്നും കൂടി, പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് എന്നും കൂടി ഭാർഗവരാമൻ കൂട്ടിച്ചേർക്കുന്നു. ബ്രഹ്മാദി ദേവഗണങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് തൻ്റെ മായാബലം കൊണ്ട് സാധിപ്പിക്കുക. മായാമയനായ ഭഗവാനെ അവിടുത്തെ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടായല്ലോ. അത് ഞാൻ മുമ്പ് ചെയ്ത തപസ്സിൻ്റെ ഫലമായിട്ടാണ്. നിർമ്മലനായ, നിർവികാരനായ, പരിപൂർണനായ, ജ്ഞാനസ്വരൂപനായ അവിടുത്തെ ആ പരമാനന്ദ സ്വരൂപം എന്നെന്നും എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ എന്ന് ഭഗവാനെ നോക്കി സ്തുതിക്കുകയാണ്. അത് കഴിഞ്ഞ് പരശുരാമ സ്തുതിയാണ്. പേജ് 65 10 ലൈൻസ് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ച് സ്തുതിക്കുക. ഭഗവാനെ 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 മഹാവിഷ്ണുവിനെ സ്തുതിക്കുക. എന്നിട്ട് ഈ വൈഷ്ണവജാപം കയ്യിൽ പിടിച്ചിട്ട് വേഗം പരശുരാമൻ ചോദിക്കുകയാണ്, എൻ്റെ ലക്ഷ്യം പിഴയ്ക്കില്ല, അതുകൊണ്ട് എനിക്ക് ലക്ഷ്യം പറഞ്ഞു തരിക എന്ന് പറയുന്നു. ആ ലക്ഷ്യം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ പരശുരാമൻ ശ്രീരാമനോട് പറയുന്നത്. വേഗം പരശുരാമൻ പറയുകയാണ്, എനിക്ക് സ്വർഗ്ഗലോകം പോകാനായി, സ്വർഗതിക്കായി എന്നിൽ സഞ്ചിതമായിട്ടുള്ള പുണ്യങ്ങളെല്ലാം അവിടുത്തെ ബാണത്തിന് ലക്ഷ്യമായി തീരണം എന്ന് പറയുന്നു. ഭഗവാൻ ശ്രീരാമൻ അനന്തരം ഭാർഗവരാമൻ്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടചിത്തനായി മന്ദസ്മിതത്തോടെ പറയുകയാണ്, എനിക്കും വളരെയധികം സന്തോഷം തന്നെ. അവിടുന്ന് മനസ്സിലാഗ്രഹിച്ചതെല്ലാം ഞാൻ നൽകിക്കഴിഞ്ഞു. അങ്ങനെ അത്യന്തം പ്രീതിയോടെ ജമദഗ്നിപുത്രനായ പരശുരാമൻ ദശരഥപുത്രനായ ശ്രീരാമനോട് പറയുകയാണ്, എന്നിൽ അവിടുത്തേക്ക് കൃപയുണ്ടായി അനുഗ്രഹിക്കണം. തൃപ്പാദപത്മങ്ങളിലും അതുപോലെ തൃപ്പാദ ഭക്തന്മാരിലും എല്ലായ്പ്പോഴും അചഞ്ചല ഭക്തി ഉണ്ടാകണം. എന്നാൽ രചിക്കപ്പെട്ട ഈ സ്തോത്രം, ഈ സ്തുതി ഭക്തിയോടെ ആര് ജപിക്കുന്നുവോ അവൻ ത്വജ്ഞാനത്തിന് അടിമയാകണം, തത്വജ്ഞാനത്തിന് അടിമയാകണം എന്നാണ്. പ്രത്യേകിച്ചും മരണം അടുക്കുന്ന സമയത്ത് അവിടുത്തെ തൃപ്പാദ സന്നിധിയിൽ ആ തൃപ്പാദ സ്മരണ മനസ്സിലുണ്ടാകാൻ, ആ തൃപ്പാദ സന്നിധിയിലെത്താൻ അനുഗ്രഹിക്കണേ. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെ ശ്രീരാമൻ അനുഗ്രഹിക്കുന്നു. രേണുകാതനയനായ പരശുരാമൻ, ആ ജമദഗ്നി മഹർഷിയുടെ പുത്രനായ പരശുരാമൻ, ആ മഹേശ്വര ശിഷ്യനായ പരശുരാമൻ വീണ്ടും ആ ഹിമവൽ പ്രാന്തത്തിലേക്ക്, മഹേന്ദ്രാചലത്തിലേക്ക് തപസ്സിനായി പോവുകയാണ്. ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് വണങ്ങിയതിന് ശേഷം പരശുരാമൻ പോകുന്നു. ദശരഥ മഹാരാജാവ് ഇതെല്ലാം കണ്ട് വളരെയധികം സന്തോഷത്തോടെ, അതായത് സന്തോഷാശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി തൻ്റെ പുത്രനായ രാമകുമാരനെ ആലിംഗനം ചെയ്യുന്നു. അനന്തരം എല്ലാവരും അയോധ്യയിലെത്തി അവിടെ സ്വസ്ഥരായി ഇങ്ങനെ സന്തോഷത്തോടെ വസിക്കുകയാണ്. അത് എപ്രകാരം ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ശ്രീ വൈകുണ്ഠത്തിൽ ശ്രീ ഭഗവതിയോടുകൂടി വാണുവോ അപ്രകാരം മായാമാനുഷവേഷം ധരിച്ച ആനന്ദമൂർത്തിയായ ശ്രീരാമൻ ജാനകിയായ സീതാദേവിയോടൊപ്പം അയോധ്യയിൽ വാണു എന്നാണ് എഴുതിയിരിക്കുന്നത്. കേകയ രാജാവായ യുധാജിത്ത്, കേകയം എന്ന് പറഞ്ഞാൽ കൈകേയിയുടെ രാജ്യമാണ്, തൻ്റെ അനന്തരവൻ എന്ന് പറഞ്ഞാൽ സഹോദരീപുത്രനായ ഭരതനെ കൂട്ടിക്കൊണ്ടുവരുവാനായി ദൂതനെ അയക്കുന്നു. അതിൻ പ്രകാരം ദശരഥൻ ഈ ഭരതനെപ്പോഴും ശത്രുഘ്നൻ്റെ കൂടെയാണല്ലോ സഞ്ചരിക്കുക, ശത്രുഘ്നെയും കേകയ രാജ്യത്തിലേക്ക് അയക്കുന്നു. അവരമ്മാവൻ്റെ കൂടെ പോയി അമ്മയുടെ നാട്ടിൽ പോയി സുഖമായിട്ട് അങ്ങനെ സസന്തോഷം വസിക്കുന്നു. ഇതിനിടയ്ക്ക് ദേവേന്ദ്രൻ എപ്രകാരം സ്വർഗ്ഗലോകത്തിൽ വാഴുന്നു അതുപോലെ ദശരഥ മഹാരാജാവും അയോധ്യയിൽ തൻ്റെ ഭാര്യമാരോടും ആ രാമലക്ഷ്മണ കുമാരന്മാരും അവരുടെ ഭാര്യമാരും, അതായത് സീതാദേവിയും ഊർമിളയും അവരോടെല്ലാം ഒപ്പം സസന്തോഷം വാണരുളി എന്നാണ് എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ
അധ്യാത്മരാമായണത്തിലെ ബാലഖണ്ഡത്തിലെ ഉമാമഹേശ്വര സംവാദം സമാപിക്കുകയാണ്. ശുഭം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമേന്ദ്രസ്വാമിനേ നമഃ. ഭഗവാനെ